ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വെറാന്ത റേസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആണ്. പ്രീവിയസ്ലി നമ്മൾ പെർസെൻറ്റേജ് നോക്കിയായിരുന്നു. അപ്പം റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ഇനി അടുത്ത് വരാൻ പോകുന്ന ടൈം ആൻഡ് വർക്ക്. അപ്പം ഈ സെറ്റ് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഏകദേശം ഈ സെറ്റ് 3 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോഴേക്കും മാക്സിമം ഒരു 30 to 50 ക്വസ്റ്റ്യൻസ് നമുക്ക് ഏകദേശം റെലവൻ്റ് ആയിട്ടുള്ളത് ചെയ്തു പോകാനായിട്ട് പറ്റും. അപ്പോൾ അത് സീരീസ് എല്ലാവരും ഡിലിജൻ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ആൻഡ് മാക്സിമം വർക്കൗട്ട് ചെയ്യുക. എങ്കിലും നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റേഷ്യോയും പെർസെൻറ്റേജും ഒക്കെ വളരെ ബേസിക് ആയിട്ട് പഠിക്കേണ്ടതാണ്. അരിത്തമെറ്റിക് ടോപ്പിക്സിന് ഏത് പഠിച്ചാലും അതിൻ്റെ അടിസ്ഥാനം റേഷ്യോയും പെർസെൻറ്റേജും ആയിരിക്കും. അപ്പോൾ അതിൽ ഇത് കൺസേൺ വരുത്താതെ കറക്റ്റായിട്ട് പഠിച്ചു പോക്കോണം. ഇല്ലെങ്കിൽ ഇനി അങ്ങോട്ട് വരുന്ന ടോപ്പിക്കിൽ മെയിൻ പ്രോബ്ലംസ് റേഷ്യോയുടെ ബാലൻസിങ് ഓഫ് ടേംസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റാത്തതായിരിക്കും. അപ്പോൾ അതൊക്കെ കറക്റ്റ് നോക്കി പോക്കോണം. അപ്പോൾ ഇത് നോക്കിയേ, A+B 25 തന്നിട്ടുണ്ട്, A-B 7 തന്നിട്ടുണ്ട്. ദെൻ ഡിറ്റർമിൻ ദ മീൻ പ്രപ്പോർഷൻ ഓഫ് A ആൻഡ് B. ഇപ്പോൾ മീൻ പ്രപ്പോർഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അതിന് മുമ്പ് നോക്കിയേ, A+B നമുക്ക് ഒന്നെങ്കിൽ നമ്പർ ഗസ് ചെയ്ത് എഴുതാം. അതായത് കൂട്ടുമ്പോൾ 25 കുറയ്ക്കുമ്പോൾ 7. അതെത്ര എന്നുള്ളത് നമുക്ക് അല്ലാതെ എഴുതാൻ പറ്റും. പക്ഷേ തൽക്കാലം റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ അല്ല ചാപ്റ്റർ, വേറെ ഒരു മെത്തേഡും കൂടെ പറഞ്ഞു തരാം. 25/7 നോക്കിയേ, A+B A-B. അപ്പോൾ ഇവിടെ നമ്മൾ കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ എന്ന് പറയുന്ന ഒരു റൂള് മനസ്സിലാക്കി വെക്കണം. അതായത് A+B A-B ഇഫ് A+B A-B C/Dക്ക് ഈക്വൽ ആണെങ്കിൽ A/B എന്ന് പറയുന്നത് C+Dക്ക് C-Dക്ക് ഈക്വൽ ആയിരിക്കും. ഈ ഒരു തിയറം കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ഈ തിയറം ആലോചിച്ച് വെച്ചേക്കണം. നമുക്ക് ഒത്തിരി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ്. പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ മറന്നു പോകുന്നൊരു മെത്തേഡാണ്, ഈവൻ ഇൻക്ലൂഡിങ് മീ. അപ്പോൾ A+B A-B C/D ആണെങ്കിൽ A/B എന്ന് പറയുന്നത് C+D C-D ആയിരിക്കും. അപ്പോൾ ഇത് മനസ്സിലുണ്ടെങ്കിൽ ഇതൊന്ന് നോക്കിക്കേ. A+B A-B C/Dയുടെ സ്ഥാനത്ത് 25 7. അപ്പം A/B എന്ത് വരും? 25 + 7 32 25 - 7 എത്ര വരും? 5ഉം 2ഉം പോയി 18. അതായത് വെട്ടിപ്പോകുമ്പോൾ 16/9. A/B എത്ര വരും? 9 വരും. ഇനി രണ്ട് നമ്പേഴ്സിൻ്റെ മീൻ പ്രപ്പോർഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എൻ്റെയും ബീൻ്റെയും മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനുകളുടെ റൂട്ട് എടുത്താൽ മതി. ഇതും കൂടെ ആലോചിച്ച് വെച്ചേക്കണം. അപ്പോൾ മീൻ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെത് മൾട്ടിപ്ലൈ ചെയ്യുക, റൂട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ രണ്ട് നമ്പേഴ്സ് ഏതൊക്കെയാണ്? റൂട്ട് ഓഫ് 16 × 9 എത്ര വരും? 16ൻ്റെ റൂട്ട് 4, 9ൻ്റെ റൂട്ട് 3, അതായത് 12 ആയിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ 1. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ ആലോചിച്ച് വെച്ചേക്കണം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഇക്വേഷൻ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്ത് എൻ്റെയും ബീൻ്റെയും വാല്യൂ കണ്ടുപിടിക്കാം. അതല്ലാതെ നമുക്ക് ഇങ്ങനൊരു ഷോർട്ട് ട്രിക്കും കൂടെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്. നമ്മൾ ബേസിക് ഫസ്റ്റ് വീഡിയോ ആണ്, കുറച്ച് വളരെ ബേസിക് ആയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നോക്കിയാൽ റേഷ്യോയിൽ 3/7 ആണോ 3:7 ആണോ 5/9 ആണോ വലുതെന്ന ചോദ്യം. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 3/7 ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും, അതാണോ? അതോ 5/9 ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും, അതാണോ വലുതെന്നുള്ള ചോദ്യമാണ്. ഏതായിരിക്കും? ഇതിപ്പോൾ 30/7 ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് എത്ര വരും? 0.4 സംതിങ് വരും. 5/9 ആണെങ്കിൽ എത്ര വരും? 0.5 സംതിങ് വരും. അപ്പോൾ 0.5 സംതിങ് ആണോ 0.4 ആണോ വലുത്? ഏതാ? 5/9 തരുന്ന 0.5 വരില്ല. അപ്പോൾ എപ്പോൾ തന്നെ നമുക്ക് പറയാൻ എന്താ പറ്റും? ഓപ്ഷൻ 2 വിൽ ബി യുവർ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. A and B have some toffees. If A gives one toffee to A. ഇപ്പോൾ രണ്ടാൾക്കാരുണ്ടല്ലോ, എയും ബിയും ഉണ്ട്. എയുടെ കയ്യിലുള്ളത് എ, ബിൻ്റെ കയ്യിലുള്ളത് ബി, മുട്ടായി. ഇനിയും എ ഒരു മുട്ടായി ബിക്ക്, ആദ്യത്തെ കേസാണ്. ആദ്യത്തെ കേസിൽ എ ഒരു മുട്ടായി ബിക്ക് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്തു നിന്ന് ഒരു മുട്ടായി കുറയും. ബീൻ്റെ അടുത്ത് വരുമ്പോൾ ബിക്ക് ഒരു മുട്ടായി കിട്ടും. അപ്പം B+1. ഇത് വരാൻ നേരം ഇങ്ങനെ കൊടുക്കുവാണെങ്കിൽ ഇപ്പോൾ ഇവർക്കുള്ളത് ഈക്വൽ നമ്പർ ഓഫ് എന്തായിരിക്കും? മുട്ടായിസ് ആയിരിക്കും. അപ്പം A-1 B+1 ആണെങ്കിൽ A-B എന്ന് പറയുന്നത് ബീനെ എപ്പുറത്തോട്ട് കൊണ്ടുവന്നു, 1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി, 2 ആയിരിക്കും. ഇത് ഇക്വേഷൻ 1 ആയിട്ട് വെച്ചോ. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നുണ്ട്, ഇങ്ങനല്ല മറിച്ച് ബി ആണ് ഒരു മുട്ടായി എക്ക് കൊടുക്കുന്നതെങ്കിൽ. അപ്പം ഇത് ഫസ്റ്റ് കേസാണ്.
ഇതിനി സെക്കൻഡ് കേസ്. അപ്പോൾ തുടക്കത്തിൽ ഇപ്പോഴും ബാക്ക് ടു ഫസ്റ്റ് കേസും അതാ ബാക്ക് ടു ഇനിഷ്യൽ കേസ് വന്നു. എൻ്റെയും ബീൻ്റെയും കയ്യിൽ എ മുട്ടായും ബി മുട്ടായും ഉണ്ട്. ഇനി ബി ആണ് ഒരെണ്ണം കൊടുക്കുന്നതെങ്കിൽ ബീൻ്റെ കയ്യിൽ നിന്ന് ഒരെണ്ണം പോകത്തില്ലേ, ആ ഒരെണ്ണം ആർക്ക് കിട്ടും, എക്ക് കിട്ടും. ഇങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ എന്താണ്, എക്ക് ആർ ഡബിൾ വിത്ത് ഇത് എന്ത് ഓഫീസ് വിത്ത് എ ആർ ഡബിൾ വിത്ത് ബി. അതായത് ബിക്കുള്ളതിൻ്റെ ഡബിൾ ആയിരിക്കും ആർക്ക്, എക്കുള്ളത്. അതിൻ്റെ അർത്ഥം എന്താ, ഇതിപ്പുറത്തോട്ട് കൊണ്ടുവന്ന് എ 1 അപ്പുറത്തോട്ട് പോയി 2 ഓപ്പൺ ചെയ്ത് 2b ഇപ്പുറത്തോട്ട് വന്നു. എ മൈനസ് 2b ഈസ് ഈക്വൽ ടു -1 അപ്പുറത്തോട്ട് പോയി -3. ഇത് ഇക്വേഷൻ 2. ഇനി ഇക്വേഷൻ സോൾവ് ചെയ്താൽ മതി. എന്താ, എ മൈനസ് ബി 2ഉം എ മൈനസ് 2b എത്ര, -3. ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം തമ്മിൽ കുറച്ച്. ഇപ്പോൾ റൈറ്റ് സൈഡിൽ എന്ത് വരും, 2 മൈനസ് -3 5 മൈനസ് ബി മൈനസ് അതായത് ബി മൈനസ് ബി മൈനസ് ഓഫ് -2b മൈനസ് മൈനസും പ്ലസ്. അപ്പോൾ -b + 2b എന്ന് പറയുന്നത് 5 വരും. ബീൻ്റെ വാല്യൂ എത്ര, 5 വരും. അതായത് എ മൈനസ് ബി 2 ആണ്, ബീൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ എ മൈനസ് 5 2 ആണെങ്കിൽ എത്ര വരും, എ എന്ന് പറയുന്നത് 7 വരും. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ കയ്യിൽ 7 + 5 എത്ര വരും, 12 മുട്ടായിസ് കാണും. ഓപ്ഷൻ 1 വിൽ ബി യുവർ ആൻസർ. ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ പോകുന്നതിന് മുമ്പ് നമ്മുടെ 6th ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ആദ്യം ബേസിക് ക്ലാസ്സസ് ആയിരിക്കും നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ അതിനുശേഷം പഠിച്ച ഓരോ വിഷയങ്ങളെയും റിലേറ്റ് ചെയ്തിട്ടുള്ള വർക്കൗട്ട് മെറ്റീരിയൽ ബേസിക് സർക്കിൾ എന്ന് പറയുന്ന സെഷനിൽ സെക്കൻഡ് സെഷനിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങളെ സർക്കിൾസ് ആക്കി ഗ്രൂപ്പ്സ് ആക്കി തിരിക്കും. അവിടെ കൂടെ ആയിരിക്കും നിങ്ങൾ ഫർദർ എല്ലാ സെഷൻസും ഇനി അങ്ങോട്ട് പോകുന്ന 4 മന്തിൽ നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത്. ആൻഡ് നിങ്ങളുടെ ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനായിട്ട് ഒരു മെൻ്റൽ സപ്പോർട്ടും ഡെഫിനറ്റ്ലി കാണും. അതിനുശേഷം വരുന്നത് എക്സ്ട്രീം സർക്കിളാണ്. അപ്പോൾ എക്സ്ട്രീം സർക്കിളിൽ കുറച്ചുകൂടെ ദൈർഘ്യമേറിയ സെഷൻ ആയിരിക്കും, കുറച്ചുകൂടെ ടഫായിട്ടുള്ള മെയിൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ പോകുന്നത്. അവിടെയും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷനുണ്ട്, മെൻറ്റർ സപ്പോർട്ട് കാണും. അതിനെ ഫോളോ അപ്പ് ചെയ്ത് വരുന്നതാണ് സൂപ്പർ ബാച്ച്. അപ്പോൾ സൂപ്പർ ബാച്ചിൽ ഇനിയിപ്പോൾ ഏത് എക്സാം ആണോ വരുന്നത് അതിന് ജസ്റ്റ് ഒരു 2 മന്ത് പ്രയറായിട്ട് തുടങ്ങുന്ന ഒരു ഫോക്കസ് ബാച്ച് ആയിരിക്കും. അപ്പോൾ ആ എക്സാമിന് വേണ്ടി മാത്രമുള്ളൊരു ടഫ് പ്രിപ്പറേഷൻ ആയിരിക്കും. അപ്പോൾ അവിടെയും നിങ്ങൾക്ക് ഫർദർ ഡൗട്ട് ക്ലാരിഫിക്കേഷൻ മെൻറ്റർ സപ്പോർട്ട് ഡെഫിനറ്റ്ലി കാണും. അതിനുശേഷം വരുന്നതാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം, റിപ്പ് എന്ന് പറയും. അപ്പോൾ ഓൾറെഡി നിങ്ങൾ കുറേ ഇവിടം വരെയുള്ള സെഷൻസ് സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഇനി അങ്ങോട്ട് കംപ്ലേസൻ്റ് ആയിട്ടിരിക്കേണ്ട പകരം ഇനി എക്സാംസ് വരാൻ ടൈം എടുക്കുമെങ്കിൽ നിങ്ങൾ ആ ടൈമിൽ പഠിക്കാവുന്നൊരു മനോഭാവം മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടാണ് റിയൽ ഇൻറ്റൻസീവ് പ്രോഗ്രാം ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് മോക്ക് ഇൻ്റർവ്യൂ ആണ്. എല്ലാ PO എക്സാംസിൻ്റെയും ഫൈനൽ സ്റ്റേജ് ഇൻ്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ അവിടെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ നിങ്ങൾ അപ്പിയർ ചെയ്യണം, എങ്ങനെയൊക്കെ പെരുമാറണമെന്നുള്ളതിൻ്റെ ഒരു ബ്രീഫ് നമുക്ക് അല്ലെങ്കിൽ അവയർനെസ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ കോച്ചിങ് ഉണ്ട്, ഓൺലൈൻ കോച്ചിങ് ഉണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോൺ ഏതാണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് പ്രിപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നോക്കിയേ, in an army selection process the ratio of selected to unselected candidates was 9:2. if 80 less had applied, അപ്പോൾ സെലക്റ്റഡ് കാൻഡിഡേറ്റും ഇത് ഇനിഷ്യൽ കേസാണ്, അൺസെലക്റ്റഡ് കാൻഡിഡേറ്റ്സും 9x ഉണ്ടെങ്കിൽ 2x ആൾക്കാർ എന്തായിരിക്കും, അൺസെലക്റ്റഡ് ആയിരിക്കും. അപ്പോൾ ടോട്ടൽ എത്ര ആൾക്കാരുണ്ട്, 11x ആൾക്കാർ ഇപ്പോൾ ഉണ്ട്. ഇനി ഇതിൽ നിന്നും 80 ആൾക്കാർ കുറവ് അപ്ലൈ ചെയ്തിരുന്നെങ്കിൽ 80 കുറവ് അപ്ലൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ എത്ര, ഇപ്പം എത്ര ആൾക്കാരുണ്ട്, 11x ഉണ്ടായിരുന്നു അപ്ലൈ ചെയ്തത്, അതിൽ നിന്ന് 80 ആൾക്കാർ കുറഞ്ഞു എങ്കിൽ ആൻഡ് 20 ലെസ് സെലക്റ്റഡ്. നേരത്തെ എത്ര പേര് സെലക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു, ഇത് ടോട്ടലാണേ, ടോട്ടൽ ഇപ്പോഴത്തെ ഫൈനൽ ടോട്ടലി എത്ര അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അത് അവസാനം രണ്ടാമത്തെ കേസിൽ ഇപ്പോൾ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇനി 20 പേര് സെലക്ട് ചെയ്യപ്പെട്ടതിൽ നിന്നും കുറഞ്ഞു. നേരത്തെ 9x ആൾക്കാരുണ്ടായിരുന്നു, ഇപ്പോൾ എത്ര ആൾക്കാരാണ്, 9xൽ നിന്ന് 20 പേര് കുറഞ്ഞു. ഇത് ഇപ്പോഴത്തെ സെലക്റ്റഡ് ആൾക്കാരായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം. അങ്ങനെ ആകുമ്പോൾ സെലക്റ്റഡ് ടു അൺസെലക്റ്റഡിൻ്റെ റേഷ്യോ 5:1 ആകുമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും പേര് അപ്ലൈ ചെയ്തു, അതിൽ ഇത്രയും പേര് സെലക്റ്റഡ് ആയി. അപ്പോൾ സെലക്റ്റഡ് ആവാത്ത ആൾക്കാരുടെ എണ്ണം എത്ര, അൺസെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം ടോട്ടലിൽ നിന്ന് സെലക്ട് ചെയ്ത ആൾക്കാരുടെ എണ്ണം മൈനസ് ചെയ്താൽ മതി. എത്ര വരും, 2x -60. അതായത് ഇപ്പോൾ 9x - 20 ആൾക്കാർ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇപ്പോൾ 2x - 60 ആൾക്കാർ അൺസെലക്റ്റഡും ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റേഷ്യോ എത്ര വരും, സെലക്ട് ചെയ്തത് ഇപ്പോഴത്തെ ബൈ അൺസെലക്ട് ചെയ്യപ്പെട്ടത് എന്ന് പറയുന്നത് 9x - 20
ബൈ 2x മൈനസ് 60 എത്ര വരും? റേഷ്യോ തന്നിട്ടുണ്ടല്ലോ 5/1. ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം 9x മൈനസ് 20 = 10x മൈനസ് 100. അതായത് 250 = x എന്ന് വരും. ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി കാൻഡിഡേറ്റ്സ് ഹാഡ് അപ്ലൈഡ് ഫോർ ദ പ്രോസസ്സ്? എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു? 11x അല്ലേ ടോട്ടൽ ആദ്യം ആൾക്കാർ അപ്ലൈ ചെയ്തിരുന്നത്. അപ്പം എക്സിൻ്റെ വാല്യൂ 250 ആണെങ്കിൽ 11x = 250 × 11. ഒരു നമ്പറിനെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന എങ്ങനെയാണ്? 250 ആണെങ്കിൽ 0 അങ്ങ് വിട്ടേരെ. 28 × 11 × 10 എഴുതാലോ ഇതിന്. ഇപ്പോൾ 28 ഒരു നമ്പറിനെ 11 മൾട്ടിപ്ലൈ ചെയ്യുന്നവർ ആദ്യം യൂണിറ്റ് പ്ലേസ് അതുപോലെ എഴുതുക. അടുത്ത 2 നമ്പേഴ്സ് ആഡ് ചെയ്ത് എഴുതുക. എത്ര? 10. അത് 250 ക്യാരി 1 എടുക്കുക, 2ൻ്റെ കൂടെ 1 കൂട്ടുക, 3. അതായത് 8 എഴുതുക, 8 + 2 10, 0 1 ക്യാരി ആയിട്ട് എഴുതുക. പിന്നെ 2ൻ്റെ കൂടെ 1 കൂട്ടുക, 308 × 10. അപ്പോൾ 350 ആയിരിക്കും നിങ്ങളുടെ ആൻസർ വരുന്നത്, ഓപ്ഷൻ 3. എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിൽ ഓൾജിബ്ര എന്ന് പറയുന്നൊരു ടോപ്പിക്കിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഞാൻ ഡയറക്റ്റ് പറയാം. ക്വസ്റ്റ്യൻ വായിച്ച് a + b a³ + b³ എന്ന് പറയുന്നത് a² - b² പ്രപ്പോർഷണൽ ആണെങ്കിൽ a² - ab + b² എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് a³ + b³ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് a³ + b³ = a + b × a² - ab + b² എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇപ്പോൾ a³ + b³ a + b × a² - ab + b² എന്ന് എഴുതാൻ പറ്റും. ഇത് തന്നെയല്ലേ പ്രപ്പോർഷണൽ ടു a² - b² a + b × a - b എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിന് എന്ത് വെട്ടിപ്പോവും? a + bയും a + bയും വെട്ടിപ്പോവും. അതായത് a² - ab + b² എന്തിന് പ്രപ്പോർഷണൽ ആയിരിക്കും? a - bക്ക് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഏതായിരിക്കും? ഓപ്ഷൻ 1. ക്ലിയർ അല്ലേ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ. The ratio of the prices of tea to coffee is 3:5 and the ratio of their quantities consumed by family is 5:7. Find the ratio of expenditure on tea to coffee. അതായത് നോക്കിക്കേ, പ്രൈസസിൻ്റെ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ടീ ടു കോഫി, ടീൻ്റെ എത്ര? 3:5 പ്രൈസ്. ആൻഡ് ദർ ക്വാണ്ടിറ്റീസ് കൺസ്യൂംഡ് ബൈ ഫാമിലി, ക്വാണ്ടിറ്റീസിൻ്റെ റേഷ്യോയോ 5:7. ഇനി നോക്കിയേ, എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി അല്ലേ? ഒരു സാധനത്തിൻ്റെ വില എത്ര, അങ്ങനെ ഞാൻ എത്ര ക്വാണ്ടിറ്റീസ് യൂസ് ചെയ്തു, അപ്പം പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ ടീൻ്റെ എക്സ്പെൻഡിച്ചർ എത്ര? 3 × 5 15 5 × 7 എത്ര വരും? 35 ആയിരിക്കും എക്സ്പെൻഡിച്ചറിൻ്റെ റേഷ്യോ വരുന്നത്. അപ്പം വെട്ടിപ്പോകുമ്പോൾ 3:7. അപ്പോൾ 3:7 ആയിരിക്കും. ഇത് അല്ലാതെ തന്നെ കട്ട് ചെയ്ത് പോവാം. 5ഉം 5ഉം ഇവിടുന്ന് കട്ടിപ്പോയി ലാസ്റ്റ് 3:7 നമുക്ക് ആൻസർ കിട്ടുന്നതായിരിക്കും. ഓപ്ഷൻ 2 വിൽ ബി യുവർ ആൻസർ. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഒരാളുടെ കയ്യിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ 5800 രൂപ ഉണ്ടായിരുന്നു. അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എങ്ങനെ ഡിവൈഡ് ചെയ്തു? സച്ച് ദാറ്റ് ഹാഫ് ഓഫ് ദ ഫസ്റ്റ് പാർട്ട്, 1/5 ഓഫ് ദ സെക്കൻഡ് പാർട്ട് ആൻഡ് 3/8 ഓഫ് ദ തേർഡ് പാർട്ട് ആർ ഈക്വൽ. അപ്പോൾ ആദ്യത്തെ പാർട്ട് എ ആണെങ്കിൽ എയിൻ്റെ എത്ര? 1/5. എയിൻ്റെ 1/5 എന്ന് പറയുന്നതും സെക്കൻഡ് പാർട്ട് ബി ആണെങ്കിൽ ബിൻ്റെ എത്ര? 3/8 എയിൻ്റെ ഹാഫും ബിൻ്റെ 1/5 ആൻഡ് മൂന്നാമത്തെ പാർട്ട് ആൻഡ് 3/8 ഓഫ് ദ തേർഡ് പാർട്ട്. മൂന്നാമത്തെ പാർട്ട് സി ആണ്. സിൻ്റെ 3/8 പാർട്ടും ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനൊരു ഫോർമാറ്റ് വരികയാണെങ്കിൽ നമുക്ക് A:B:C, അതായത് 3 രീതി ഡിവൈഡ് ചെയ്തു എന്നല്ലേ പറഞ്ഞ്. 5800 A:B:C എന്നുള്ള രീതിയിൽ ഡിവൈഡ് ചെയ്തു. പക്ഷെ അത് ഏത് റേഷ്യോ ആണെന്ന് നമുക്ക് തന്നിട്ടില്ല. ഒരു ഹിൻഡ് തന്നിട്ടുണ്ട്. A/2, എന്റെ ഹാഫും ബിൻ്റെ 1/5ഉം സിൻ്റെ 3/8ഉം ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ A:B:C കണ്ടുപിടിക്കുന്നത് ആദ്യം എന് താഴെയുള്ള നമ്പർ വേണ്ടേ, അങ്ങനെയെങ്കിൽ എ മറച്ച് പിടിക്കണം. ഇനി ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്യണം. 1/5ഉം 3/8ഉം 1/5 × 3/8 ഇനി ബിൻ്റെത് വേണമെങ്കിൽ ബിൻ്റെ ആളെ മറച്ച് വെക്കണം ഈ ഈക്വൽ ടു ടൈമിൽ. എന്നിട്ട് 1/2ഉം 3/8ഉം മൾട്ടിപ്ലൈ ചെയ്യണം. 1/2 × 3/8 ഇനി സിൻ്റെത് വേണമെങ്കിൽ സിൻ്റെത് മറച്ച് പിടിച്ചിട്ട് റിമൈനിങ് എത്ര ആൾക്കാരുണ്ട്? എയും ബിയും. അപ്പോൾ 1/2
ഇൻറ്റു 1/5. ഇതെത്ര വരും? 3/40 3/16 അപ്പം ഡിനോമിനേറ്റർ എല്ലാം കളയാനായിട്ട് 40ൻ്റെയും 16ൻ്റെയും 10ൻ്റെയും LCM കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. LCM എത്ര? 40ൻ്റെയും 16ൻ്റെയും 10ൻ്റെയും 80. അപ്പോൾ 80 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ നേരം 6:16 15 15:8. അപ്പം A:B:C നമുക്ക് എത്ര കിട്ടി? 6:15:8 കിട്ടി. അതായത് 6ഉം 5ഉം 15ഉം 6ഉം എത്ര? 21 + 8. മൊത്തത്തിൽ 29 യൂണിറ്റാണ് എൻ്റെയും ബിൻ്റെയും സിൻ്റെയും കയ്യിൽ ഉണ്ടായിരുന്നത്. റേഷ്യോയുടെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ എക്ക് 6 യൂണിറ്റ് കിട്ടി, ബിക്ക് 15 യൂണിറ്റ് കിട്ടി, സിക്ക് 8 യൂണിറ്റ് കിട്ടി. അപ്പോൾ 3 പേർക്കും കൂടെ കമ്പൈൻഡ് ആയിട്ട് 6 + 15 + 8 29 യൂണിറ്റ് രൂപ കിട്ടി. ഈ 29 എന്ന് പറയുന്നത് എത്ര രൂപയാണ് റിയൽ വാല്യൂവിൽ? 5800 രൂപ. അപ്പോൾ 29-നെ 29 അല്ലല്ലോ, 29x അല്ലേ, അതായത് ഒരു വേരിയബിളിനെയും കൂടെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ റേഷ്യോ വാല്യൂ റിയൽ വാല്യൂ ആയിട്ട് മാറുന്നത്. അപ്പോൾ 29-നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 5800 ആയി? 29-നെ 200 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത് വാല്യൂ ഓഫ് തേർഡ് പാർട്ട്. സി അല്ല തേർഡ് പാർട്ട്. തേർഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ സിക്ക് 8 യൂണിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ 8 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ആ സെയിം വേരിയബിൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 8 × 200 1200 റുപ്പീസ് ആയിരിക്കും ആർക്ക്? സിക്ക് കിട്ടുന്നത്. സോ ഓപ്ഷൻ 4 വിൽ ബി യുവർ ആൻസർ. അപ്പോൾ ഇന്നത്തെ സെഷൻ റേഷ്യോയും പ്രൊപ്പോർഷനും കൂടെ ഇവിടെ വൈൻഡപ്പ് ആവുകയാണ്. അപ്പോൾ എല്ലാവർക്കും സെഷൻ ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ടൈം ആൻഡ് വർക്കായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.